ഹായ് ഓൾ, മുക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സത്യം പറയാൻ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് നേടി എന്നുള്ളത്, ലാഭമാണോ നഷ്ടമാണോ, നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കൈകാര്യം ചെയ്തത് എന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ മാർക്കറ്റിനെ കൈകാര്യം ചെയ്തതെന്നുള്ള അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഗ്രൂപ്പിനകത്തിൽ യാതൊരുവിധ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും ഇന്ന് രാവിലെ ഞാനിട്ട ആ ഒരൊറ്റ വോയിസ് മാത്രം കേട്ട് നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഇന്ന് ട്രേഡ് എടുക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ആയിട്ട വോയിസ് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം, ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യാം. നമ്മൾ ഇന്ന് എങ്ങനെയാണ് നമുക്ക് അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വരാം. അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് 10 പോയിന്റ് നെഗറ്റീവ്, അത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? പേടിക്കണം. ഇന്നലെ സെൻസെക്സ് ഹോൾഡ് ചെയ്തവർക്കെല്ലാം പ്രീമിയം, രണ്ടുപേർക്കും ബിക്കാർക്കായാലും സിക്കാർക്കായാലും രണ്ടുപേർക്കും ഒരുപോലെ രാവിലെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വിഷയം. ഇന്നലെ രാത്രിയിൽ മാർക്കറ്റ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് താഴെ പോയെങ്കിൽ രാവിലെ റിക്കവർ ചെയ്തു പോയതിന്റെ കാര്യം, ഈ വർഷം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ഫെഡ് ഡിസിഷൻ ഇന്നലെ വരുന്ന ദിവസം, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്ന ദിവസമാണ്. അപ്പൊ ഇന്നലത്തെ പുതിയ ആള് കെവിൻ വാഷ് അദ്ദേഹം പറഞ്ഞത്, ഈ വർഷം ഒരു പ്രാവശ്യമെങ്കിലും റേറ്റ് ഹൈക്ക് ചെയ്യണം. കാരണം ട്രംപ് വീരവാദം മുഴക്കി റേറ്റ് കുറയ്ക്കുന്നതായിരുന്നു അല്ലേ. അപ്പം പക്ഷെങ്കിൽ കെവിൻ വാഷ് മാത്രമല്ല, ആ പാനലിലുള്ളവരിൽ പകുതി ആൾക്കാരും ഒരു പക്ഷെങ്കിൽ ഈ വർഷം ഒരു പ്രാവശ്യമെങ്കിലും റേറ്റ് ഹൈക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കമന്റ് വന്നു. അപ്പൊ അതിന്റെ ബലത്തിലാണ് മാർക്കറ്റ് ഇന്നലെ പൊട്ടിയത്. ഓക്കെ, അപ്പം സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെ തുടരും അല്ലെങ്കിൽ കുറയ്ക്കും എന്നായിരുന്നു മാർക്കറ്റിന്റെ ധാരണ. അതിന് വിപരീതമായിട്ടുള്ള ഒരു കമന്റ് ആണ് വന്നത്. മാർക്കറ്റ് ഈ പ്രാവശ്യം റേറ്റ് ഡിസിഷൻ സ്റ്റാറ്റസ് കോ ആണ്, അതുപോലെ തന്നെ പോസ് ചെയ്തേക്കാണ്. പക്ഷെങ്കിൽ വന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൂട്ടേണ്ടി വരാം. അപ്പൊ ആ ഒരു മാർക്കറ്റ് വിചാരിച്ചിരുന്നത് കൂട്ടത്തില്ല അല്ലെ കുറയ്ക്കുമെന്നാണ്. അതിനെതിരെ ഒരു കമന്റ് വന്നപ്പോൾ മാർക്കറ്റ് ഇന്നലെ US മാർക്കറ്റ് പൊട്ടി. അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റും പൊട്ടി. എന്തായാലും രാവിലെ അത് പകുതി US ഫ്യൂച്ചർ റിക്കവർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് മാർക്കറ്റ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ വ്യാപാരക്കാരാണ്, ഏറ്റവും അടുത്ത് ഉടൻ തന്നെ സൈൻ ചെയ്തൊക്കെ പറഞ്ഞു. വീരവാദം ട്രംപിനെ കാണുമ്പോൾ ബൈ എന്ന് പറയുന്ന പോലെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും കണ്ടറിയാം. പിന്നെ നാളെ ആണ് ഇതിന്റെ കോൺട്രാക്ടിന്റെ ഫൈനൽ സൈനിങ് സെറമണി നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ഇന്നും നാളെയായിട്ട് പ്രശ്നകലുഷിതമായ ദിവസമാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം. ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആണ്, വോളറ്റാലിറ്റി വളരെ കൂടുതലാണ്. ഇന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ 24,000 നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരുമായിരിക്കാം. അല്ല, ഇന്നത്തെ ഓപ്പണിങ്ങിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സിന്റെ വാതിക്കലെത്തി ബോക്സിൽ കയറുമ്പോൾ അത് തട്ടി തിരിച്ചു വരും എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ട വോയിസ്. അതായത് ആദ്യം കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇന്നലത്തെ രാത്രിയിലത്തെ മാർക്കറ്റിൻ്റെ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്ലാറ്റായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഇതാണ് ഇന്നത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നതാണ്. രാവിലെ തന്നെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് നേരെ മേലോട്ട് പോയതിന് ശേഷം തിരിച്ച് താഴെ വന്ന് എവിടെയാണോ മാർക്കറ്റ് 24,071 ഓപ്പൺ ചെയ്തത്, അതിനുശേഷം അവിടുന്ന് എന്ത് ചെയ്തു, ആടിയും കളിച്ചും മാർക്കറ്റ് ഇവിടുന്ന് മുകളോട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ ഈ റെഡ് ക്യാൻഡിലൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ എത്തിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ കൂടിൻ്റെ വാതുക്കലെത്തി നിങ്ങൾ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കൂടിൻ്റെ വാതുക്കലെത്തിയപ്പോൾ നമുക്ക് എന്താണ്, ഒന്നുകിൽ ഇത് തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോവും, ഇല്ലെങ്കിൽ ഇവിടെ തട്ടി തിരിച്ച് താഴെ വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ട്രേഡ് ഇല്ലേ. ആദ്യം നമ്മൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ട്രേഡ് ഇല്ല. പക്ഷേ പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് ഇവിടെ ട്രേഡ് ഉണ്ട്. ഇതാ നോക്കിക്കേ, ഇതെന്താ സംഭവം നിങ്ങൾ പറയൂ.
ഇതെന്താ സംഭവം? ബെയറിഷ് എൻഗൾഫിങ് അല്ലേ? ശരിയല്ലേ? ഒരു ബെയറിഷ് എൻഗൾഫിങ് ഉണ്ട്, വെരി ക്ലിയർ ബെയറിഷ് എൻഗൾഫിങ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാർക്കറ്റ് മുകളിലോട്ട് കയറിയതിന് ശേഷം, മുകളിൽ ചെന്നതിന് ശേഷം, മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോയതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന എൻഗൾഫിങ്, ഓക്കെ, അവിടെ ഉണ്ടാകുന്ന എൻഗൾഫിങ് എന്താണ്? അതിന് വാലിഡിറ്റി, അതിന് പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു എൻഗൾഫിങ് ഉണ്ടായി, അതിനുശേഷം മാർക്കറ്റ് വന്ന പോലെ തന്നെ നേരെ തിരിച്ച് താഴെ വന്നു. തിരിച്ച് നമുക്ക് ഇവിടം വരെ ഉള്ളൂ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കെല്ലാം അറിയാം. എപ്പോഴും അന്നത്തെ ദിവസം അന്ന് ഓപ്പൺ ചെയ്ത പോയിൻ്റ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് അതുപോലെ തന്നെ പോയി നേരെ തിരിച്ച് ഇവിടെ വന്നു. ഇങ്ങോട്ട് ഇത് നമുക്കുള്ളതല്ല, നമ്മുടെ വിട്ടേരെ, അത് നമുക്കുള്ള സംഭവമല്ല. നമുക്ക് ഇവിടം വരെ മതി അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ 24.62 ഉണ്ട്, അതുവരെ വെയിറ്റ് ചെയ്തവർക്ക് അതുവരെ വെയിറ്റ് ചെയ്ത് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇവിടം വരെ, എനിവേ എവിടെ വരെയെങ്കിലും മാന്യമായ പ്രോഫിറ്റ് വന്നത്. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ വീണ് തിരിച്ച് വീണ്ടും തിരിച്ച് കയറി പഴയ പോലെ തന്നെ വീണ്ടും എന്ത് ചെയ്തു? ഈ കൂടിൻ്റെ വാതിക്കലെത്തി അല്ലേ? അതിനുശേഷം വീണ്ടും ഇത് ഒരു എൻഗൾഫിങ് അല്ലെങ്കിലും നമുക്കൊരു എൻഗൾഫിങ് ആണ് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിന് വിക്കുണ്ട്, വിക്കിനെ ഇത് വിഴുങ്ങിയിട്ടില്ല. എങ്കിലും ഒരു ശക്തമായ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് എന്ത് ചെയ്തത്? ഇവിടെ ഉണ്ടായത്. ഇവിടെ ഒക്കെ ഇട്ടപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇതിട്ടതാണ്, സ്ക്രീൻഷോട്ട് ഇട്ടതാണ്. ഇത് ഈ വൈകിയര നമ്മൾ കാണിച്ചേക്കാം. ഇനി അതിൻ്റെ കുറവുണ്ട്, ഞാൻ തള്ളുവാണെന്ന് വേണം നിങ്ങൾ പറയും. മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടു ഒന്ന്. ഓക്കെ, ഈ ബെയറിഷ് ഒന്നും ഞാൻ കണ്ടില്ല, കണ്ടതിന് മുന്നേ ഇട്ടതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ എത്തി. ഇവിടെ നോക്കിയേ, താഴെ എത്തിയപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇവിടെ താഴെ എത്തി ഇല്ലേ? മുകളിൽ നിന്നുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഞാൻ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷമോ വീണ്ടും മാർക്കറ്റ് അതുപോലെ തന്നെ മുകളിൽ പോയി. അതിനുശേഷമോ വീണ്ടും ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് നേരിടുക. ഇതൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പിൽ ഞാനൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇട്ടത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഇടത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട്. എങ്കിലും നമ്മൾ കാണിക്കേണ്ട മര്യാദയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് പോയി, ഇവിടെ 2 പോയി. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചിവിടെ വന്നു. കറക്റ്റായിട്ട് നോക്കി 0.70 കറക്റ്റായിട്ട് നമുക്കൊരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് മാർക്കറ്റ് ഈ 24.073 റിജക്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ സംഗതിയിൽ ഇല്ലാത്ത കേസായത്. ഇത് പിടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവസാനത്തെ 30 മിനിറ്റിൽ ഉണ്ടായ ഒരു സംഭവമാണിത്. ഇത് നമ്മുടെ സിനാരിയോയിലില്ല. നമുക്ക് ഈ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഏതോ വലിയ ബിഗ് ടീംസുകൾ സംഗതി കളിച്ച കളിയാണ് ഇത്. ഇവിടുത്തെ നമ്മുടെ കേസിലില്ല. ഇത് ഹീറോ കളിച്ചവർക്ക് ഒന്നീ കാശ് കിട്ടി കാണും, അല്ലെങ്കിൽ കാശ് പോയി കാണും. എനിവേ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് നമ്മുടെ കേസിലത്. ബാക്കി ഈ രണ്ട് കേസിലും മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ബോക്സ് നമുക്ക് വളരെ നാളുകളായിട്ട് നമ്മൾ ഈ ബോക്സ് കുറേ നാൾ നമ്മളിത് ഫോളോ ചെയ്തതാണ്. വീണ്ടും ഈ ബോക്സ് വന്നു, അതിന് വാതുക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കൂട്ടിക്കയറി വരുന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ അലോസരപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പം ഇനി ഈ ഒരു കയറ്റം ആക്ച്വലി ഒരു മാനിപ്പുലേറ്റഡ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഒരു മാനിപ്പുലേഷൻ നടത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഷോർട്ട് എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ പുട്ട് എടുക്കുകയോ എന്തോ സംഭവിച്ചു. ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് നടന്നത്. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ സമയത്ത് US മാർക്കറ്റ് നേരെ താഴോട്ടാണ്. സമയം 3 മണി, ഇതാ 3 മണി സമയം. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ US മാർക്കറ്റിൽ? എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല. US ഫ്യൂച്ചറിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒന്ന് മാർക്കറ്റ് നേരെ 3 മുതൽ 3.5 വരെ നേരെ താഴോട്ടാണ് വന്നത്. പക്ഷേങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? നേരെ മുകളിലോട്ടാണ്. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണ്? ഇതൊരു മാനിപ്പുലേഷനാണ്, അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ആർക്കോ വേണ്ടി കളിച്ച ഒരു കളി എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങളുടെ ലോസിനെ നിങ്ങൾക്ക് ലഘൂകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചില ട്രാപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ ആ ഭാഗം വിടുന്നു. ഇനി ഇന്നത്തെ ന്യൂസുകളിലോട്ടും ഇന്നത്തെ മറ്റ് സംഭവവികാസങ്ങളിലോട്ടും വരാം. നമ്മൾ 1-2 ന്യൂസുകൾ കേട്ടു. 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പല വാർത്തകളും പല രീതിയിലാണ്. ഇറാൻ US കേസ്
പല രീതികളിൽ ആണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്, വാർത്തകൾ കാണുന്നത്. ചിലർ പറയുന്നു ഓൾറെഡി എല്ലാം സൈൻ ചെയ്തു, അഗാർച്ചി ഓൾറെഡി സൈൻ ചെയ്തു, ഇങ്ങനെ ഒരു സീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടു. പിന്നെ US പ്രസിഡന്റ് സൈൻ ചെയ്ത സിഗ്നേച്ചറൊക്കെ കണ്ടു. അങ്ങനെ സൈനായി എല്ലാം സെറ്റായി എന്ന് പറയുന്നു. ഒരിടത്ത് പറയുന്നു അല്ല, ഫ്രൈഡേ ആണ് ഇത്, സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്, ഫ്രൈഡേ ആണ് ഈ സംഭവം. വേറൊരു കൂട്ടം. അപ്പോൾ ഇത് ഏതാണ് സത്യം? മാർക്കറ്റിൽ ധാരാളം ന്യൂസുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാള മാപത്രങ്ങളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇതെന്താണ് അതിലെ സത്യാവസ്ഥ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഇവർ ഈ സൈൻ ചെയ്യുന്ന സംഭവം പറഞ്ഞാൽ MOU എന്നതിന് പറയുന്ന പേര്, MOU, അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ രണ്ട് കക്ഷികളും നമ്മൾ ഈ വസ്തുവൊക്കെ എഴുതുമ്പോൾ, ആധാരം എഴുതുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പൈസ കൊടുത്ത് കരാർ എഴുതത്തില്ലേ, കണ്ടിട്ടില്ലേ? കരാറ്, ടോക്കൺ അഡ്വാൻസ് എന്ന് പറഞ്ഞു, അല്ലെ കരാർ എഴുതത്തില്ലേ? അപ്പോൾ നമ്മൾ 50 രൂപ പത്രം മേടിച്ചാൽ, പണ്ടത്തെ കളി, ഇപ്പോഴും എനിക്കറിയത്തില്ലേ, 50 രൂപ പത്രം മേടിച്ചിട്ട് രണ്ട് കക്ഷികൾ ഇരുന്നിട്ട് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങൾ, ഇത്രാം തീയതി ഇത്ര വിലയ്ക്ക് ഞാൻ ഈ സാധനം പൈസ തന്ന് ഞാൻ വാങ്ങിച്ചോളാമെന്ന്, വാങ്ങിച്ചില്ലെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഇരിക്കുമെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒരു കരാർ എഴുതും, രണ്ട് കക്ഷികൾ തമ്മിൽ കരാർ എഴുതും. ആ സംഭവമാണ് ഇപ്പം നടന്നിരിക്കുന്നത്, MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അതായത് കുറേ പട്ടികകളുണ്ട്, കുറേ ക്ലോസുകളുണ്ട്. ഈ ക്ലോസുകൾ ഈ കാര്യങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന രണ്ടുപേർക്കും കൂടെ അഭിപ്രായ സമന്വയമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു പട്ടികയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ആ പട്ടികയിൽ ഒരു ചർച്ച ആവാം എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഒപ്പിട്ടേക്കുന്നത്. അല്ലാതെ കരാറല്ല ഒപ്പിട്ടേക്കുന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ആധാരം എഴുത്തല്ല നടന്നിരിക്കുന്നത്. ആധാരം എഴുതുന്നതിന് മുന്നേ ഉള്ള ഒരു കരാർ, അത് മാത്രമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ സംഭവം. അപ്പോൾ ഇതിനകത്തിൽ ഈ ഡ്രാഫ്റ്റിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ആ കാര്യങ്ങൾ ചില പോയിന്റ് പറയുമ്പോൾ ഓക്കെ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുവാണെങ്കിൽ അത് സാധനം ഒഴിവാക്കും എന്ന രീതിയിൽ കുറേ ക്ലോസുകൾ എഴുതിയിട്ട് രണ്ടുപേർക്കും കൂടെ പിന്നെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എഴുതി രണ്ടുപേര് സമ്മതിച്ചു. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ വില്ലിംഗ് ആണ് എന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തമ്മിലൊരു ധാരണാപത്രമാണ് ഇപ്പം ഒപ്പിട്ടേക്കുന്നത്. ഇനി ഇത് ഫലത്തിൽ വരണമെങ്കിൽ, ഈ എഴുതിക്കുന്ന ക്ലോസുകൾ നിലവിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കൂട്ടരും അംഗീകരിച്ച് രണ്ടുപേർ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തി ഫൈനൽ ഡിസിഷൻ ആണ് എപ്പോൾ വരുന്നത്? നാളെ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്ന പിന്നെ ഒരു സെറമണിയിലാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. നടക്കുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് നാളെ മാത്രമേ അതിൻ്റെ കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം കാര്യം നിങ്ങൾക്ക് പിടിക്കണം. അപ്പം ഈ ന്യൂസുകൾ കറങ്ങി നടക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പം നാളെയാണ് ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ആധാരം എഴുത്ത് എന്നാണ് നാളെയാണ്. ഇത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രാറിൻ്റെ മുന്നിൽ വെച്ച് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്ത് ഈ സാധനം ഉറപ്പിക്കും. ക്ലിയർ ആയല്ലോ? പച്ച മലയാളത്തിലാണ്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ കാര്യം അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കാര്യം ജിയോ IPOയുടെ കാര്യമാണ്. ജിയോ IPO വെള്ളിയാഴ്ച ഫ്രൈഡേ റിലയൻസിൻ്റെ AGM ആണ്, ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ, ഈ ഫ്രൈഡേയിൽ ജിയോ IPO പ്രഖ്യാപിക്കുമോ എന്നൊരു ചോദ്യം മാർക്കറ്റ് എന്തെങ്കിലും പറഞ്ഞു കറങ്ങി നടപ്പുണ്ട്. അത് നാളെ വെള്ളിയാഴ്ചയാണ് അതിൻ്റെ AGMൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ജിയോയുടെ IPO വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ അതിൻ്റെ പേപ്പർ വർക്കുകൾ സബ്മിറ്റ് ചെയ്താണ് നമ്മൾ ന്യൂസുകൾ കണ്ടത്. അപ്പം അങ്ങനെ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിനകത്തൊരു വൻ റാലി നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാധ്യത അങ്ങനെ പലരും റിലയൻസിൻ്റെ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പറക്കോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം കണ്ടറിയാം കോശി എന്താ സംഭവിക്കുന്നതെന്ന്. പലരും റിലയൻസിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്, പലരും ഓപ്ഷൻ C എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുവാ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും ജിയോ IPO പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിനകത്തിലൊരു വൻ റാലി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് കൂടുതൽ ഞാൻ തെളിച്ച് എനിക്കറിയത്തില്ല. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. ഇനിയിപ്പം അടുത്തത് മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നേ മാർക്കറ്റ് നല്ല രീതിയിൽ നിന്ന് പൊട്ടിയായിരുന്നു. നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നിഫ്റ്റിയൊക്കെ 150 പോയിന്റ് പൊട്ടി, ഡൗ ജോൺസ് ഒരു 300 പോയിന്റ് ഒക്കെ പൊട്ടി. എന്താ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുക്രൈൻ ഒരു മാസീവ് അറ്റാക്ക് മോസ്കോയിൽ നടത്തി. അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നല്ലപോലെ ഡ്രോൺ ആക്രമണം നടത്തി ഒരു ഹ്യൂജ്
ഒരു കൂട്ടം വലിയൊരു കൂട്ടം ഡ്രോൺസ് അയച്ച് ഇപ്പം ഈ യുദ്ധം തുടങ്ങിയത് വെച്ചിട്ട് ഏറ്റവും വലിയ അറ്റാക്കാണ് ഇപ്പം ഉക്രൈൻ റഷ്യക്ക് നേരെ നടത്തിയത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകും എന്നുള്ളത് എനിക്കറിയത്തില്ല. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായിരിക്കാം. ഇപ്പം എന്തായാലും എന്താ പറയുന്നത്, ആനയുടെ മുന്നിൽ മാക്രി നിന്ന് മസിൽ പിടിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനല്ല, പാണ്ടിലോറിയുടെ മുന്നിൽ നമ്മുടെ തവള മസിൽ പിടിച്ച് കാണിക്കുന്ന പോലെയാണ് എന്താ സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയത്തില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് പൊട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ വാർത്തകളൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും തിരിച്ച് റിക്കവർ ചെയ്യുന്നില്ല. അതാണ്ട് വീണ്ടും ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വീണ്ടും ആണ്ട് 8 നില പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം നാളെ. ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ന്യൂസുകൾ കണ്ടതിനകത്തിൽ ഇത് മാത്രമാണ്, ഈ യുക്രൈൻ റഷ്യ വാർ കടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതിന് മുമ്പേ ഈ കയറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ വേണ്ടി മാത്രം കയറ്റിയതാണ്. ആരോ വലിയ ബിഗ് ടീംസ് കളിച്ച് മനഃപൂർവ്വം ഒന്നുകിൽ ഒരു ഷോർട്ട് കവറിങ് നടത്തി, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഒഴിവാക്കിയതിൻ്റെ അനന്തരഫലമോ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് പൊസിഷൻ എടുത്തതിൻ്റെ ഫലമോ ആയിരിക്കണം ഈ ഒരു റാലി അവസാനം 30 മിനിറ്റ് കണ്ടത്. എന്തായാലും എക്സ്പയറി ആയിരുന്നു സെൻസെക്സിൻ്റെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവവികാസങ്ങളായിരിക്കാം. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ ഇത് സംഭവിച്ചില്ല. ഞാൻ കുറച്ച് നീണ്ടു പോകുന്നു, നിങ്ങൾക്ക് ഒരുപക്ഷെ അരോചകമാകും. ഓക്കെ, അപ്പം എന്തായാലും വീണ്ടും പൊട്ടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ടറിയാം. യു എസ് ഓയിൽ നല്ല രീതിയിൽ പൊട്ടുകയാണ്. ഇന്ത്യൻ മാർക്കറ്റും പൊട്ടുന്നു, യു എസ് ഓയിലും പൊട്ടുന്നു. അപ്പോൾ എന്താ കാരണം നമുക്കറിയത്തില്ല. എന്തായാലും ഗോൾഡ് ഇപ്പോൾ മുമ്പേ പൊട്ടിയതിൻ്റെ കൂട്ടത്തിൽ ഗോൾഡ് പൊട്ടിയെങ്കിൽ അത് വീണ്ടും ഗോൾഡ് തിരിച്ച് കയറുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം പൊട്ടിയെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് ഇനിയും തപ്പണം. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നുള്ളതായിട്ട് നമുക്ക് നോക്കാം. അപ്പം നാളെ ഈ കൂട്ടിനകത്ത് കയറി നമുക്ക് അത്ര വിശ്വാസം പോരാ. നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ഈ കൂട്ടി കയറിയോണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് പേടിയാവുന്നു. ചിലപ്പോൾ നാളെ 10-100 പോയിന്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇനി രാവിലെ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും നാളെ വീണ്ടും ഞാൻ പറയുന്നു, 24,000 24,150 ഇത് രണ്ടുമായിരിക്കും നമുക്ക് നിർണായകമായിട്ടുള്ള ലൈൻ. ഓക്കെ, നമ്മുടെ ലെവലുകൾ രണ്ടെണ്ണം 24,150 24,000. ഇതിനിടയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് പോകുന്നു അവിടെ വെച്ച് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ. ഇതിൽ കൂടുതൽ ഇപ്പം നിലവിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പോക്കനുസരിച്ച് എന്താണ് രാത്രി സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും രാവിലെ ഞാൻ വോയിസ് ഇടുമ്പോൾ കൃത്യമായിട്ട് ഞാനത് കറക്റ്റായിട്ട് പറയാം. ഓക്കെ, അപ്പം നമുക്ക് അഥവാ ഇനി എന്തെങ്കിലും വലിയ ഹ്യൂജ് സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സ്പെഷ്യൽ വീഡിയോ രാവിലെ തന്നെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് നാളെ നിങ്ങൾ നോക്കാനുള്ള 2 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,150 24,000 എന്ന് പറഞ്ഞ ലെവലാണ്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി, ഇതിനിടയ്ക്ക് നമുക്കൊരു ടെമ്പററി സപ്പോർട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. വേറെ കൂടുതലൊന്നും മറ്റുള്ള ഇതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് മിഡ് ക്യാപ്പോടെ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു. നമുക്ക് എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ നിന്ന് കറങ്ങി കളിക്കായിരുന്നു. അപ്പോൾ ഇത് 14,500 നോക്കാം, മുതലോട്ടാണ് താഴോട്ടാണ് നോക്കി നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇല്ലേ, ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു മേലോട്ടുള്ള റാലി കാണാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് ഇട്ട് നിൽക്കുകയാണ്. നാളെ ഇത് പൊട്ടി താഴെ പോവുകയാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വീണ്ടും എനിക്ക് പറയാനുള്ളത്. സമയം ഒത്തിരി കടന്നുപോയി. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.